ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സച്ചിയും മറ്റുള്ളവരും അങ്ങനെ മലമുകൾ എസ്റ്റേറ്റിലേക്ക് എത്തുന്നു. അവിടെ അവിടെ കെയർ ടേക്കർ ആയിട്ടുള്ള സിന്ധു അവർ വന്നിറങ്ങിയതും വളരെ സന്തോഷത്തോടെ അരികിലേക്ക് എത്തി അവരെ എല്ലാവരെയും സ്വീകരിക്കുന്നു. ആ സമയത്ത് അവിടെ വന്നെത്തിയ ഓരോരുത്തരെയും തനിക്ക് മുൻ പരിചയമില്ലാത്തതുപോലെ സിന്ധു ചെന്ന്, ഇത് സച്ചിയല്ലേ? സച്ചിയുടെ വിവാഹത്തിന് എനിക്ക് വരാൻ കഴിഞ്ഞില്ല, ഇതായിരിക്കും അല്ലേ സച്ചിയുടെ ഭാര്യ എന്നെല്ലാം ചോദിച്ച് അർച്ചനയുടെ അരികിലേക്ക് എത്തുകയും, വളരെ സുന്ദരിയായിട്ടുണ്ട് കേട്ടോ, സുന്ദരിക്കുട്ടിയാ എന്നൊക്കെ സച്ചിയുടെ ഒപ്പം നിൽക്കുന്ന അർച്ചനയെ നോക്കി സിന്ധു പറഞ്ഞു. അതിനുശേഷം സന്ദീപിന് അരികിലേക്ക് എത്തി, ഇത് സന്ദീപ് കൂട്ടനല്ലേ, അങ്ങ് വലുതായി പോയല്ലോ, ഇപ്പോ പെണ്ണ് കെട്ടാൻ പ്രായമായല്ലേ എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരുടെയും വിശേഷങ്ങളൊക്കെ ചോദിക്കണം. അതിനുശേഷം സ്നേഹയുടെ അരികിലേക്ക് എത്തി, ഇവരെ അന്ന് ഇവിടെ നിന്ന് പോകുമ്പോ കൊച്ചു കുട്ടികളായിരുന്നു, ഇപ്പോ എല്ലാവരും അങ്ങ് വലുതായി എന്നൊക്കെ സിന്ധു അഭിപ്രായം പറഞ്ഞു. അതിനുശേഷം സന്ദീപിന്റെയും എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞ് ആവണിയോട് ഇതാരാ എന്ന് ചോദിച്ചതും, ഞാൻ ആവണിയാണെന്നും 5B പഠിക്കുന്നു എന്നൊക്കെ ആവണി മറുപടി നൽകി. അപ്പോഴാണ് അപ്പുറത്ത് നിന്ന് മീരയും ആതിരയും കണ്ടത്. അല്ല, ഇവരൊക്കെ ആരാണെന്ന് ചോദിക്കാനായി സിന്ധു തയ്യാറായതും ഉടനെ അനഘ ചാടി കയറി പറഞ്ഞു, അതെ സിന്ധു മതി, ഇനി കൂടുതൽ ആളുകളെയൊക്കെ പിന്നീട് പരിചയപ്പെടാം എന്ന് പറഞ്ഞ് സിന്ധുവിനെ തടഞ്ഞു. ഉടനെ തന്നെ നമുക്ക് എല്ലാവർക്കും അകത്തേക്ക് പോകാം എന്ന അനഘയുടെ ഗൗരവത്തോടെയുള്ള വാക്കുകൾ കേട്ട് എല്ലാവരും അകത്തേക്ക് പോകാൻ തയ്യാറാവുന്നു. അങ്ങനെ ആ എസ്റ്റേറ്റിന് അകത്തേക്ക് കയറുന്നു. വീട്ടിലേക്ക് കയറി പോകുന്ന സമയത്ത് സന്ദീപും മറ്റെല്ലാവരും സന്തോഷത്തോടെ ആ വീട്ടിലേക്ക് കയറുമ്പോൾ സച്ചി പറഞ്ഞു, അതെ ഇവിടെയുള്ള ഓരോരുത്തരുടെയും റൂം ഞാൻ പറഞ്ഞു തരാം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അകത്തേക്ക് കയറി. സച്ചിക്ക് തന്റെ ആ വീട്ടിൽ ഇത്രയും വർഷക്കാലത്തെ ആ ഓർമ്മകൾ തനിക്ക് ആ വീട്ടിൽ അയവിറക്കാനുണ്ടെന്നും തന്റെ ഓർമ്മകളെല്ലാം നന്ദേട്ടനോടൊപ്പമുള്ള ആ ഓർമ്മകൾ തനിക്ക് വളരെ വിലപ്പെട്ടതാണ് എന്ന് സച്ചി അർച്ചനയോട് പറഞ്ഞു. അതിനുശേഷം എല്ലാവരും പോയി കഴിയുമ്പോൾ അരികിലേക്കെത്തി അവന്തിക സിന്ധുവിനോട് ചോദിച്ചു, അല്ല സിന്ധു, നീ ഓരോരുത്തരെ അങ്ങ് കാര്യമായി പരിചയപ്പെടുകയായിരുന്നല്ലോ, അല്ല ആരെയും നിനക്ക് അറിയാത്തതുപോലെ ആയിരുന്നല്ലോ നിന്റെ സംസാരമൊക്കെ, ഞാൻ എല്ലാവരുടെയും ഫോട്ടോ സഹിതം നിനക്ക് അയച്ചു തന്നതായിരുന്നല്ലോ എന്ന് സിന്ധുവിനോട് ചോദിച്ചതും സിന്ധു പറഞ്ഞു, അത് പിന്നെ മേഡം, എല്ലാത്തിനും ഒരു കൃത്യത വേണല്ലോ, എല്ലാത്തിനും ഒരു തെളിവുണ്ടാവണ്ടേ, അതുകൊണ്ടാണ് ഞാൻ ഇത്ര കാര്യമായിട്ട് അവരെ എല്ലാവരെയും ചോദ്യങ്ങൾ ചോദിച്ച് വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴേക്കും സച്ചിയും അർച്ചനയും സച്ചിയുടെ ആ പഴയ റൂമിലേക്ക് എത്തി. സച്ചി പറഞ്ഞു, ഇതാടോ എന്റെ റൂം, എങ്ങനെയുണ്ട്, എനിക്ക് ഇഷ്ടമായോ എന്ന് ചോദിച്ചതും ഉടനെ അർച്ചന പറഞ്ഞു, സച്ചിയേട്ടാ എന്തൊരു ചോദ്യമായത്, നിന്ന് തിരിയാനിടയില്ലാത്ത എന്റെ 2 പേർ നിന്നാൽ തിരിയാനിടയില്ലാത്ത ആ കൊച്ചു റൂമിലാണ് ഞാൻ കഴിഞ്ഞത്. എന്റെ വീട്ടിലെ ആ അത്രയും ചെറിയ റൂമിൽ നിന്ന് ഇത്രയും വലിയ ഒരു വിശാലമായ റൂമിലേക്കൊക്കെ എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ അത് സ്വപ്നം പോലും കാണാവുന്നതിലും അപ്പുറമാണ്. ആ ഒരവസ്ഥയിൽ സച്ചിയേട്ടൻ എന്നോട് ഈ റൂം ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുന്നത് വല്ലാത്തൊരു അതിശയോക്തി തന്നെയാണ് എന്ന് അർച്ചന പറയുമ്പോൾ സച്ചി പറഞ്ഞു, എടോ എന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഇതുപോലെ ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന് ഇതുപോലെയുള്ള ഇത്രയും സുഖ സൗകര്യങ്ങളുള്ള ഒരിടത്ത് ജീവിപ്പിക്കണമെന്ന്. അത് കേട്ട ഉടനെ അർച്ചന ചിരിച്ചുകൊണ്ട് സച്ചിയെ നോക്കി. ഉടനെ സച്ചി പറഞ്ഞു, എടോ എന്റെ ടീനേജ് എല്ലാം ഈ റൂമിലായിരുന്നു ഉണ്ടായിരുന്നത്, ഇവിടുന്ന് പോയപ്പോ ഞാൻ ഒത്തിരി കരഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഉടനെ അർച്ചന പറഞ്ഞു, എന്നെ ശരിക്കും ഞെട്ടിച്ചത് നമ്മുടെ ആദ്യത്തെ ദിവസം തന്നെ ഞാൻ ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞത്. ഉടനെ സച്ചി പറഞ്ഞു, എടോ ശരിക്കും നമ്മുടെ ഫസ്റ്റ് നൈറ്റ് നടക്കാൻ പോകുന്നത് ഇന്നാടോ, അതാണ് ഞാൻ തന്നോട് പറയാൻ വന്നത്, എന്റെ ഭാഷയിൽ ശാന്തി മുഹൂർത്തം എന്നെല്ലാം സച്ചി അർച്ചനയോട് പറഞ്ഞു. അർച്ചന സച്ചിയെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സച്ചി പറഞ്ഞു, എന്റെയും നന്ദേട്ടന്റെയും ഓർമ്മകൾ കൂടുതൽ ഈ വീട്ടിലുണ്ട്, പിന്നെ അന്ന് ഈ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് ഞാൻ വല്ലാതെ കരഞ്ഞിരുന്നു, അന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ ഇതുപോലൊരു സുന്ദരിക്കുട്ടിയുമായിട്ട് തിരിച്ചിവിടേക്ക് വരാൻ വേണ്ടിയാണ് എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് സച്ചി പറഞ്ഞു. എന്തായാലും ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞ് സച്ചി വേഗം അകത്തേക്ക് പോകുമ്പോൾ അർച്ചന ആ കോട്ടെല്ലാം എടുത്ത് അങ്ങനെ ഇട്ടു നോക്കി. ഈ സമയത്ത് ആവണി മോള് ആ റൂമിലേക്ക് എത്തി ബെഡിൽ കയറി ആ ബ്ലാങ്കറ്റ് പറിച്ച്, എന്തൊരു സുഖമാമേ ഇവിടെ, എന്ത് നല്ല തണുപ്പാ ഇവിടെ ഉള്ളത്, ചൂടേ വേണ്ട, ചൂടേ ഇല്ല, നമുക്ക് എല്ലാവർക്കും ഇങ്ങോട്ട് പോരാം, അച്ഛനെയും അച്ഛമ്മയെല്ലാം വിളിച്ച് പറ, അച്ഛനോടും ഒക്കെ പറ നമുക്ക് ഇവിടെ കഴിയാന്ന്, ഇങ്ങോട്ട് വരട്ടെ, നമുക്ക് എല്ലാവർക്കും ഈ വീട്ടിൽ താമസിക്കാവല്ലോ, ഇവിടെയാണെ ഫാനും വേണ്ട AC-യും വേണ്ട, എന്ത് സുഖാമേ എന്നൊക്കെ ആവണി ബെഡിൽ ചാടി മറിഞ്ഞ് പറയുന്നു. അപ്പോഴേക്കും അവിടേക്ക് സ്നേഹയും ആതിരയും എത്തി. ആ സമയത്ത് മീര ആതിര അന്വേഷിച്ച സമയത്താണ് ആതിരാന്റി ആ സ്നേഹാന്റിയുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞതും അവർ രണ്ടുപേരും കൂടി റൂമിലേക്ക് എത്തിയത്. സ്നേഹിക്ക് ആതിരയുടെ പ്രകടനമെല്ലാം കണ്ടതും സ്നേഹി ചോദിച്ചു, ആവണി മോൾക്ക് ഇവിടെ ഇഷ്ടമായോ? ഉടനെ ആവണി പറഞ്ഞു, അതെ ഞാൻ പറയായിരുന്നു എല്ലാവരോടും ഇങ്ങോട്ട് വരാൻ, എല്ലാവർക്കും ഇവിടെ കഴിയുന്നതല്ല നല്ലത്, അല്ല അമ്മയോട് പറഞ്ഞിട്ട് അമ്മ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞതും ഉടനെ ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഫുൾ സമയം എപ്പോഴും ഫാൻ ഇട്ടുകൊണ്ടിരിക്കണം, എന്നാൽ കാറ്റോ അതുമില്ല,
എന്തൊരു ശബ്ദമാണ് ആ ഫാന് എന്നൊക്കെ പറയുമ്പോൾ മീര പറഞ്ഞു, സത്യത്തിൽ ആ ഫാനിന്റെ ശബ്ദം ഇല്ലാതെ ഇപ്പൊ ഉറങ്ങാൻ പറ്റില്ല എന്ന കാര്യം എന്നതാണ് സത്യം എന്ന് മീര പറയുമ്പോ ആതിര എടുത്തി എന്ന് വിളിച്ചു. അപ്പോഴേക്കും ഉടനെ അവണി പറഞ്ഞു, അല്ലമ്മേ ഞാൻ കുറച്ച് ദിവസത്തേക്ക് നെല്ലിശ്ശേരി പോയി നിന്നോട്ടെ, സ്നേഹാന്റിയുടെ കൂടെ അവൾക്കൂടെ താമസം മാറ്റിയാലോ എന്ന് ഉടനെ ആവണി ചോദിച്ചത്. അപ്പോഴേക്കും മീര പറഞ്ഞു, അതെ, നിന്റെ അച്ഛനോട് ചോദിച്ചിട്ട് നീ പോയിക്കോ എന്ന് പറഞ്ഞിടും. ഓ എന്നാ ശരി, ക്യാൻസൽ ആണ്, ഞാൻ വരുന്നില്ല ആന്റി. അച്ഛനോട് ചോദിച്ചാ പിന്നെ ഉറപ്പാണല്ലോ അങ്ങോട്ട് യാത്രയില്ല എന്നുള്ള കാര്യം. ഉടനെ സ്നേഹിയ അങ്ങനെ പറയുന്നത് കേട്ട് ആതിര പറഞ്ഞു, അതെ മോളെ, നമ്മളിവിടെ 2-3 ദിവസത്തേക്കേ ഉള്ളൂ, എന്നും ഇവിടെ കഴിയാനല്ല കേട്ടോ. നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോ വീണ്ടും നമ്മൾ പറയുന്ന നീ ഇപ്പൊ ഈ പുച്ഛത്തോടെ പറയുന്ന ആ വീട്ടിലേക്ക് തന്നെ പോണം, അത് മറക്കണ്ട എന്ന് പറഞ്ഞിടും. അവണി പറഞ്ഞു, എന്റെ ആതിരാന്റി എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തല്ലേ, എന്റെ മൂഡ് കളയല്ലേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്തായാലും ആ വൃന്ദാവനത്തിൽ തന്നെ നമുക്ക് പിന്നെ കഴിയാൻ പറ്റുമെന്ന് ആതിര പറഞ്ഞിട്ട് കേട്ട് ഉടനെ ആതിരയോട് ചോദിച്ചു, അല്ലെങ്കിലും ആതിരമോളില്ലാത്ത വൃന്ദാവനത്തിൽ കഴിയാൻ ഒരു സുഖവും ഇല്ലല്ലോ എന്ന് ആതിര ഉടനെ തന്നെ ആവണിയോട് പറയുമ്പോ ആവണി പറഞ്ഞു, അങ്ങനെയൊക്കെ പറയും, ഞാനില്ലെങ്കിൽ ഒരു സുഖമില്ല എന്ന്. എന്നിട്ട് ഞാനൊരു ലിപ്സ്റ്റിക് ഇച്ചിരി എടുത്തു കഴിഞ്ഞാൽ അപ്പൊ എന്റെ തലയിൽ വന്നൊരു കൊട്ടും തരും, അതിനല്ലേ എന്ന് ചോദിച്ചതും ഉടനെ ആതിരയോട് അങ്ങനെ ഒരു ചോദ്യം ആവണി ചോദിച്ചത് കേട്ട് സ്നേഹ പറഞ്ഞു, അല്ല മോൾക്ക് എത്ര ലിപ്സ്റ്റിക്കാ വേണ്ടത്, ആന്റി തരാവല്ലോ, ഇപ്പൊ വേണോ എന്ന് ചോദിച്ചതും ഉടനെ സ്നേഹയോട് ആവണി ചോദിച്ചു, ആണോ ആന്റി, ഞാൻ വരട്ടെ എന്ന് ചോദിച്ചിട്ട് നേരെ മീരയോട് ചോദിച്ചു, അല്ലമ്മേ ഞാൻ പോയി എടുത്തോട്ടെ, എനിക്ക് കുറച്ച് ലിപ്സ്റ്റിക് തരാമെന്ന് സ്നേഹാന്റി പറഞ്ഞു, ഇനിയും ഞാനത് അച്ഛനോട് ചോദിക്കണോ എന്ന് ചോദിച്ചതും മീര പറഞ്ഞു, നീ പോയിട്ട് വാടി. അപ്പോഴേക്കും വളരെ സന്തോഷത്തോടെ സ്നേഹയുടെ കൂടെ ചാടിത്തുള്ളി ആവണി മോള് പോയി. ഉടനെ തന്നെ മീര ചോദിച്ചു, അല്ല ആതിരെ, നീ ഇപ്പൊ ഫ്രഷ് ആവുന്നുണ്ടോ എന്ന് ചോദിച്ചതും ഇല്ല എടുത്തി കുളിച്ചോ, അതിനുശേഷം ഞാൻ കുളിച്ചോളാം എന്ന് പറഞ്ഞ് ആതിര അവിടെ ഇരുന്നു. സന്ദീപിനെ കാണാൻ എന്തോ ഒരു പോംവഴി എന്നിങ്ങനെ ആലോചിക്കുമ്പോ രാത്രിയായ സമയത്ത് അവന്തിക റൂമിലിരിക്കുമ്പോഴേക്കും അനഘ കലിയോടെ അവന്തികയുടെ റൂമിലേക്ക് എത്തി. എന്തൊരു കഷ്ടമാ ഇവിടെ, അവരെല്ലാവരും ഈ വീട്ടിലുണ്ടല്ലോ, എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു പണി, ഏതു നേരവും ആതിരയുടെ പിന്നാലെ നടക്കണം, സന്ദീപ് ആതിരെ കാണുന്നുണ്ടോ എന്ന് നോക്കണം. ഉടനെ അനഘ അങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് അവന്തികയോട് പരാതിപ്പെടുമ്പോ അവന്തിക പറഞ്ഞു, അത് സാരമില്ലെന്നേ, ഇന്നൊരു ദിവസം അവർ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, ഈ ഒരു ദിവസത്തേക്കല്ലേ ഈ ട്രിപ്പുള്ളൂ, നാളെ ഈ സമയത്ത് നമ്മൾ എല്ലാവരും ആ ആതിരയുമായിട്ട് നേരെ എസ്റ്റേറ്റ് വിട്ട് നമ്മൾ നെല്ലിശ്ശേരിയിലെത്തും. ഈ സമയത്ത് നമ്മൾ ആ അർച്ചനയുടെ ആ മൃതശരീരത്തിനരികിലായിരിക്കും. എന്താ അതിനെക്കുറിച്ച് അറിയത്തില്ലേ എന്നെല്ലാം ചോദിച്ച് അങ്ങനെ സംസാരിക്കുമ്പോൾ ഉടനെ അവണിയും മറ്റും എല്ലാവരും അവിടേക്ക് പോകുന്ന തിരക്കിലായിരിക്കും. ആതിരയും നാളെ ഈ സമയത്ത് കരഞ്ഞുകൊണ്ടിരിക്കുക, ആ കാലത്തെ പൊലിഞ്ഞു പോയ അർച്ചനയുടെ ആ സങ്കടത്തെക്കുറിച്ച്, വേർപാടിനെ കുറിച്ചൊക്കെ എല്ലാവരും സങ്കടപ്പെടുന്ന ദിവസമായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ അനഘ ചോദിച്ചു, എന്റെ അവന്തി ചേച്ചി പറയുന്ന പോലൊക്കെ നടക്കുവോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അവന്തി പറഞ്ഞു, അതെല്ലാം എന്റെ ആളുകൾ റെഡിയാക്കിയിട്ടുണ്ട്, ഇന്നത്തേത് അർച്ചനയുടെ അവസാനത്തെ ഉറക്കമാണ്. ഉടനെ തന്നെ അനഘ ചോദിച്ചു, അല്ല അങ്ങനെയൊക്കെ നടക്കുമെന്ന് എന്താ ചേച്ചിക്ക് ഇത്ര ഉറപ്പ്? ഉടനെ അനഘയോട് അവന്തിക പറഞ്ഞു, സത്യത്തിൽ എന്റെ ആളുകളെ കൊണ്ട് അവളെ കൊല്ലേണ്ട കാര്യമൊന്നുമില്ല, അവളുടെ ആ കൊരവള്ളിക്ക് ഞാനൊന്ന് അമർത്തി അങ്ങ് പിടിച്ചാൽ അതോടെ തീരും. പക്ഷെ അവളുടെ ചോരക്കറ അത് എന്റെ ഈ കയ്യിൽ പുരട്ടാൻ എനിക്കൊന്നും താല്പര്യമില്ല. അതുകൊണ്ടാണ്. കാരണം എന്തെന്ന് വെച്ചാൽ അവള് ആ ദയാനന്ദ മാഷിന്റെ മകളല്ലേ, അല്ലാതെ വേറെ ശത്രുതയൊന്നും അവളോട് നമുക്കില്ലല്ലോ. അതുകൊണ്ട് നെല്ലിശ്ശേരിയിലുള്ള ഒരെണ്ണത്തെയും ഞാൻ വെറുതെ വിടില്ല. അതുകൊണ്ട് തന്നെ അവരെ സംരക്ഷിക്കാനായി എത്തിയാൽ അർച്ചനയെ എന്റെ ആളുകൾ തന്നെ ഇല്ലാതാക്കിക്കോളും. പിന്നെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, അവളുടെ ശ്വാസം പോകുന്ന അവസാന നിമിഷം അവളോട് പറയണമെന്ന്, ഇതിന് പിന്നിൽ ഈ അർച്ചനയുടെ ജീവൻ എടുക്കുന്നതിന് പിന്നിൽ ഈ അവന്തികയാണെന്നുള്ള സത്യം അത് അവളെ അറിയിക്കണമെന്ന്. അപ്പോഴുണ്ടാകുന്ന അവളുടെ ഞെട്ടലുണ്ടാവുമല്ലോ, അവളുടെ ആ വിഷമം, ദയനീയമായ മുഖം, അതൊന്ന് കണ്ട് ആസ്വദിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. പോട്ടെ, തൽക്കാലം ഞാനത് വേണ്ടതങ്ങ് വെച്ചു എന്ന് അവന്തിക അറിയിച്ചു. ഉടനെ എന്നാൽ നെല്ലിശ്ശേരിയിലുള്ള ഒറ്റ ഒരെണ്ണത്തിനെയും ഞാൻ വെറുതെ വിടില്ല, എല്ലാത്തിനെയും ഞാൻ ഇല്ലാതാക്കും എന്ന് പറഞ്ഞു. അവന്തികയോട് അനഘ ചോദിച്ചു, അല്ല ചേച്ചി അങ്ങനെ പറയുമ്പോ സന്ദീപും അതിൽ ഉൾപ്പെടില്ലേ എന്ന് ചോദിച്ചു. അനഘയോട് അവന്തിക പറഞ്ഞു, അതെ സന്ദീപും ഉൾപ്പെടും. പക്ഷെ സന്ദീപ് നിന്റെ കരുതി താലി കെട്ടാൻ തയ്യാറായാൽ, നിന്റെ ഭാര്യയായി സ്വീകരിച്ചാൽ, അങ്ങനെ ചെയ്താൽ അവനെ ഞാൻ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഒഴിവാക്കും. നിന്റെ താലിച്ചരട് ഒരിക്കലും ഈ ചേച്ചി കാരണം അറ്റുപോവില്ല, അത് ഞാൻ നിനക്ക് തരുന്ന ഉറപ്പാണ്. പക്ഷെ എന്റെ ആ ഒരു തീരുമാനത്തിലേക്ക് ഞാൻ എത്തിച്ചേരുന്നതിന് മുൻപ് അവൻ നിന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ മാത്രമേ അങ്ങനെ സംഭവിക്കൂ എന്ന് അവന്തിക അനഘയോട് പറയണം. ഇതെല്ലാം കേട്ട് അനഘയാകെ ഞെട്ടി നിൽക്കുമ്പോ അവന്തിക പറഞ്ഞു, നെല്ലിശ്ശേരിയിലുള്ള ഒന്നിനെയും എനിക്ക് വെറുതെ വിടാനാവില്ല. ഒരു കുടുംബത്തിനെ തീരാ കണ്ണിയിൽ ആഴ്ത്തിയതാണ്
സേതുമാധവൻ. ആ സേതുമാധവന്റെ മക്കളെ ഒന്നിനെയും നന്ദൻ മുതൽ അങ്ങ് സ്നേഹ വരെ ഒരാളെയും ഞാൻ വെറുതെ വിടില്ല. അവസാനമാണ് ആ സേതുമാധവനുള്ള ശിക്ഷ ഞാൻ കൊടുക്കുന്നത്. ആ ഓരോരുത്തരുടെയും ചോര എന്റെ ഈ കൈകൾ തന്നെ പതിക്കും. അത് ഞാൻ ഉറപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. അങ്ങനെ എല്ലാത്തിനും ഞാൻ ഇല്ലാതാക്കും. ഇവിടെ വെച്ച് അർച്ചനയ്ക്ക് അകാല മരണം സംഭവിച്ചു കഴിയുമ്പോൾ ഇത് ഒരു ദുശകനം പിടിച്ച വീടാണെന്നും ഈ വീട്ടിൽ സമാധാനത്തോടെ കഴിയാനാവില്ല എന്ന് നമ്മൾ ഈ വീടിനെ കുറിച്ച് അപകീർത്തി ഉണ്ടാക്കും. അവസാനം ഈ വീട് വിൽക്കാനായി സേതുമാധവൻ തയ്യാറാകും. അങ്ങനെ സേതുമാധവൻ വിൽക്കാനായി തയ്യാറാകുമ്പോൾ എന്റെ ബിനാമിയെ കൊണ്ട് ഈ വീട് വാങ്ങിക്കും. അവസാനം നമ്മൾ ആ നെല്ലിശ്ശേരിയിലുള്ള എല്ലാത്തിനെയും ഇല്ലാതാക്കിയതിനു ശേഷം ആ വീടും വിറ്റ് നമ്മൾ രണ്ടുപേരും ഇവിടെ വന്ന് താമസിക്കും. അതാണ് എന്റെ തീരുമാനമെന്ന് അവന്തിക പറയുമ്പോൾ പെട്ടെന്ന് ആരോ വാതിൽ മുട്ടുന്നത് കേട്ടു. അത് കേട്ടതോടെ അവന്തിക വല്ലാത്ത ടെൻഷനിലായി. ഈ സമയത്ത് ആരായിരിക്കും എന്ന് ഓർത്ത് അവർ രണ്ടുപേരും ആശങ്കകൾ നിൽക്കുമ്പോൾ നീ ഇവിടെ അകത്തുള്ള സംസാരം മുഴുവൻ ആരെങ്കിലും കേട്ടിട്ടുണ്ടാകുമോ എന്ന ആശങ്കയായിരുന്നു അപ്പോഴേക്കും അവന്തികയുടെ മുഖത്ത്. അവന്തിക ടെൻഷനോടെ നോക്കി അതൊക്കെ വന്ന് വാതിൽ തുറന്ന നിമിഷം ആവണി മോള് ആന്റി എന്ന് വിളിച്ച് അകത്തേക്ക് കയറി. ഉടനെ തന്നെ അവന്തിക ചോദിച്ചു, ആഹാ മോളായിരുന്നോ? ഒത്തിരി നേരമായ മോളിവിടെ വന്നിട്ട്? ഇല്ല, ഇച്ചിരി നേരമായി, ഇപ്പൊ വന്നതേ ഉള്ളൂ. അല്ല മോളെന്താ ഇവിടെ വന്നതെന്ന് ചോദിച്ചതും അല്ല അവന്തിക ആന്റിയുടെ ശബ്ദം കേട്ടു അതുകൊണ്ടാ എന്ന് പറഞ്ഞു. അല്ല ഞങ്ങളെ ഇവിടെ ഒരു സിനിമാക്കാരെ പറയുകയായിരുന്നു കിരീടത്തിന്റെ എന്ന് പറഞ്ഞതും സേതുമാധവനെ കൊല്ലുന്ന കഥ എന്ന് കേട്ട ഉടനെ ആവണി പറഞ്ഞു, അയ്യോ അത് കിരീടത്തിലല്ലോ സേതുമാധവനെ കൊല്ലുന്നത്, ചെങ്കോലല്ലേ എന്ന് ചോദിച്ചതും ഉടനെ അവന്തിക പറഞ്ഞു, ഓ ശരിയാണല്ലോ, ആ ഞങ്ങക്ക് പേര് മാറിപ്പോയതാ അനഘ, അത് കിരീടം അല്ല കേട്ടോ, ചെങ്കോലാണ് എന്ന് പറയുമ്പോ അനഘ വേഗം ആവണിയുടെ അരികിലേക്ക് എത്തി. നീ എന്താ ഇങ്ങോട്ട് വന്നത്? അല്ല ഞാൻ ആന്റിയുടെ ഒച്ച കേട്ടിട്ട് വന്നാ എന്ന് പറഞ്ഞത്. നിന്റെ അമ്മ അന്വേഷിക്കില്ലേ, നിനക്ക് ആ റൂമിലെങ്ങാനും ഇരുന്നാ പോരെ എന്ന് ചോദിച്ചതും അനഘയോട് അവന്തിക ദേഷ്യപ്പെട്ടു. നീ എന്താ മോളെ ഇങ്ങനെ പെരുമാറുന്നത്? എന്തിനാ നീ വെറുതെ ആവണി മോളോട് വഴക്കുണ്ടാക്കുന്നതെന്ന് ചോദിച്ചതും ഉടനെ ആവണി പറഞ്ഞു, അല്ല നിന്റെ തള്ള എവിടെ എന്ന് അനഘ വീണ്ടും ചോദിച്ചു. തള്ളയോ? ആ നിന്റെ അമ്മ എന്ത് ചെയ്യുന്നത്? അപ്പോഴേക്കും ആവണി പറഞ്ഞു, അമ്മ റൂമിലുണ്ട്, എന്നാലേ നീ ഇങ്ങനെ വന്നേ, നിന്നെ ഞാൻ തന്നെ റൂമിൽ കൊണ്ടുപോയി വിട്ടോളാം, എന്നിട്ട് നിന്റെ അമ്മയോട് പറയണം നിന്നെ ഇങ്ങനെ അഴിച്ചു വിടരുത് എന്ന് പറഞ്ഞ് അനഘ നിർബന്ധപൂർവ്വം ആവണിയെ പിടിച്ചു വലിച്ച് അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. അവന്തിക അപ്പോഴേക്കും വാതിലടച്ച റൂമിലേക്ക് കയറി. ഈ സമയത്ത് ഫ്രഷായി കഴിഞ്ഞ ആതിര സന്ദീപിനെ കുറിച്ച് ആലോചിച്ചു. സന്ദീപിനെ ഒന്ന് കാണാൻ എന്താ ഒരു പോംവഴി, ഇവിടെയാണെങ്കിൽ എല്ലാവരും ഉണ്ടല്ലോ, ഏടത്തിയുടെയും അനഘയുടെയും അവന്തികേടത്തിനെയൊക്കെ കണ്ണു വെട്ടിക്കണല്ലോ എന്ന് ആലോചിച്ച് ആതിര വിഷമിച്ചിരുന്നു. അപ്പോഴേക്കും സന്ദീപും ഇതേ ആലോചനയിലായിരുന്നു. ആതിര ഒന്ന് കാണാൻ ഒരു വഴിയും കിട്ടുന്നില്ലല്ലോ, ഇപ്പോ മീരടുത്തി റൂമിലുണ്ടായിരിക്കും, റൂമിലേക്ക് ചെന്നാലോ? അതും പറ്റില്ല, ഇനി എന്താ ഒരു വഴി, അവളെ ഒന്ന് കാണാനായിട്ട് ഒരു മാർഗവുമില്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് സന്ദീപൻ ടെൻഷനിച്ചിരിക്കുമ്പോ മീര റൂമിലേക്ക് എത്തി. സന്ദീപിനെ കാണാൻ എന്താ വഴിയെന്ന് ആലോചിച്ച് അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന ആതിരയുടെ അരികിലെത്തി മീര ചോദിച്ചു, അല്ല ആവണിമോൾ എവിടെ? അവളിത് എവിടെ പോയി? ഇത്രയും നേരിട്ട് അവളെ കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ ആതിര ഒന്നും ശ്രദ്ധിക്കാതിരിക്കുന്നത് കണ്ട് മീര ദേഷ്യപ്പെട്ടു. അതെ നിന്നോടാ ചോദിച്ചത്, നീ എന്തായി ദിവസപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്? പെണ്ണെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ ബലത്തിലാണ്, എന്റെ ഒരു വാക്കിന്റെ പുറത്താണ് അനുപേട്ട നിന്നെ ഈ ടൂറിന് വരാനായി സമ്മതിച്ചത് തന്നെ. വെറുതെ നീ എനിക്ക് കൂടി പ്രശ്നം ഉണ്ടാക്കല്ലേ എന്ന് പറഞ്ഞതും ആതിര പറഞ്ഞു, എന്റെ ഏട്ടത്തിയും ഞാനൊന്നും ആലോചിച്ചില്ല എന്ന് പറഞ്ഞതും മീര പറഞ്ഞു, ഇപ്പോഴാണെങ്കിലേ ഇവിടെ ആ അവന്തികയും അനഘയും ഒക്കെയുണ്ട്, ചെറിയ കാര്യം മതി അവർ പെരുപ്പിച്ച് വലിയ പ്രശ്നമാക്കാൻ, ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട എന്ന് മീര ദേഷ്യപ്പെടുമ്പോ ആതിര പറഞ്ഞു, ഏട്ടത്തി ഞാൻ ഓർമ്മിക്കാൻ ആഗ്രഹിക്കാത്ത, ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഏട്ടത്തി ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വെറുതെ എന്തിനാ ഏട്ടത്തി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്? ഞാനൊക്കെ മറക്കാനായി നോക്കുകയല്ലേ എന്ന് പറഞ്ഞു. ശരി ശരി എന്ന് പറഞ്ഞു ആതിരയോട് മീര എന്നാ ആ പെങ്കൊച്ചിനെ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ ആതിര പറഞ്ഞു, പെട്ടെന്ന് ആതിര ആലോചിച്ചിട്ട് പറഞ്ഞു, അല്ല ഇനിയിപ്പോ സ്നേഹയുടെ റൂമിൽ കാണും അവള്, അല്ല ഒരു കാര്യം ഞാൻ ചെയ്യാം എടുത്തി, ഞാൻ പോയി അവളെ കൂട്ടിക്കൊണ്ടുവരാം എന്ന് പറഞ്ഞു. വേണ്ട വേണ്ട ഞാൻ തന്നെ പൊക്കോളാം, അല്ലെങ്കിൽ അവള് വരുമ്പം വന്നോട്ടെ എന്ന് മീര പറഞ്ഞു. ഉടനെ ആതിര പറഞ്ഞു, അതല്ല എടുത്തി, ഞാൻ തന്നെ പോയി വിളിച്ചിട്ട് വരാം, സ്നേഹയുടെ റൂമിലുണ്ടാവും, സ്നേഹയുടെ സാധനങ്ങളൊക്കെ എടുക്കാനായിട്ടേ. സ്നേഹയ്ക്ക് അവളോട് വലിയ കാര്യമൊക്കെ തന്നെയാ, പക്ഷെ എങ്കിലും അവൾക്ക് എന്തെങ്കിലും മേക്കപ്പ് സാധനം കണ്ടു കഴിഞ്ഞാൽ അതും ഇതുമെല്ലാം വാരി വലിച്ചെടുക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ. ഉടനെ മീര പറഞ്ഞു, അല്ലെങ്കിലും ഈ മേക്കപ്പ് സാധനത്തിനോടൊക്കെ ഈ പെങ്കൊച്ചിന് എന്താ ഇതുപോലെയൊക്കെ ഭ്രമം? ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ അനുപേട്ടന്റെ കാശ് മുഴുവൻ അവൾക്കുള്ള മേക്കപ്പ് സെറ്റ് മേടിക്കാനുള്ളത് പണമേ ആവുള്ളല്ലോ, മേക്കപ്പ് സെറ്റ് മാത്രമേ തീരുവല്ലോ എന്ന് പറഞ്ഞതും ഉടനെ ആതിര പറഞ്ഞു, അല്ലെങ്കിലും ഇപ്പൊ വലിയ മേക്കപ്പ് സെറ്റ് അല്ലേ വീട്ടിൽ ഇരിക്കുന്നത്, ഒരു നല്ല പൗഡർ പോലും ഇല്ല വീട്ടിൽ എന്ന് ആതിര പരാതിപ്പെട്ടു. അപ്പോഴാണ് ആതിരയ്ക്ക് ഓർമ്മ വന്നത്,
കൊച്ചിനെ വിളിക്കാനായി പോകാമെന്ന് പറഞ്ഞ് സന്ദീപിനെ കാണാനായി പോകാമല്ലോ എന്ന് ആതിര ഓർത്തു. ഉടനെ ഞാൻ അവനെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടും വേണ്ട, അവൾ വന്നോളൂ എന്ന് വീണ്ടും മീര ആവർത്തിച്ചു. ഉടനെ ആതിര പറഞ്ഞു, അതല്ല എടുത്തേ, സ്നേഹയ്ക്ക് മാത്രമേ ഉള്ളൂ നമ്മുടെ വീട്ടിലുള്ളവരോട് അല്പമെങ്കിലും സ്നേഹമുള്ളത്. ആ നെല്ലിശ്ശേരിയിലുള്ളതിൽ സ്നേഹം മാത്രമാണ് അല്പമെങ്കിലും മര്യാദയോടും സ്നേഹത്തോടും നമ്മളോട് പെരുമാറുന്നത്. ഇനി അവളെ കൂടി വെറുപ്പിക്കുക ചിലപ്പോ ആവണിമോള് ഈ സ്വഭാവം കൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവളെ ചെന്ന് പിടിച്ചു വലിച്ച് ഞാൻ കൊണ്ടുവരാമെന്ന്. അപ്പോഴേക്കും മീര പറഞ്ഞു, ശരി, അതും ശരി തന്നെയാ എന്ന് പറഞ്ഞിടും. എന്നാലേ ഞാനേ ആവണിമോളെ വിളിച്ചിട്ട് വരാവേ എന്ന് പറഞ്ഞ് ആതിര വേഗം അവിടെ നിന്ന് പോകുന്നു. ആതിര ഓടി പോകുന്നത് കണ്ടതോടെ മീര പിന്നെ അതൊന്നും ശ്രദ്ധിക്കാൻ നിൽക്കാതെ മീന തന്റെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. ഈ സമയത്ത് സന്ദീപ് ആതിര വരാത്തതിനെ കുറിച്ച് ആലോചിച്ചു. അപ്പോഴാണ് ആതിര പതുക്കെ മറ്റുള്ളവരെ കണ്ടുപിടിച്ച് സ്റ്റെയർ കയറി മുകളിലേക്ക് എത്തിയത്. മുകളിൽ സന്ദീപിന്റെ റൂമിനരികിലേക്ക് എത്തിയത് പതുക്കെ വാതിലിലേക്ക് മുട്ടി. ഈ സമയത്ത് സന്ദീപ് ഇത് ആരായിരിക്കും എന്നോർത്ത് വാതിൽ തുറക്കാൻ എഴുന്നേറ്റ് വരുമ്പോൾ കൃത്യസമയത്ത് അവന്തിക വാതിൽ തുറക്കുന്ന ശബ്ദം ആതിര കേട്ടു. ഉടനെ തന്നെ ആതിര അവിടെ നിന്ന് മാറി ആ ഭിത്തിയോട് ചേർന്ന് ഒളിച്ചിരുന്നു. അവന്തിക റൂമിൽ പുറത്ത് തുറന്ന് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും സന്ദീപും ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു. അവന്തികയെ കണ്ടതും സന്ദീപ് ചോദിച്ചു, എന്താ എടുത്തി, എന്താ വിളിച്ചത് എന്ന് ചോദിച്ചതും ആര് വിളിച്ചു, ഞാൻ വിളിച്ചില്ല എന്ന് പറഞ്ഞതും അല്ല എടുത്തിയല്ല അപ്പൊ എന്റെ ഡോറ് വന്ന് മുട്ടിയത്. ഉടനെ അവന്തിക പറഞ്ഞു, ഏയ് ഞാനല്ല, ചിലപ്പോ അനക്കയായിരിക്കും, അവള് റൂമിലില്ല പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു എന്ന് പറഞ്ഞു. ഉടനെ സന്ദീപ് എന്നാ ശരി എടുത്തി എന്ന് പറഞ്ഞ് തിരികെ റൂമിലേക്ക് കയറിപ്പോയി. ഈ സമയത്ത് ആതിര സന്ദീപ് അകത്തേക്ക് പോയത് കൊണ്ട് ആകെ നിരാശയിലായി. അവന്തികയും റൂമിലേക്ക് പോയെന്ന് ഉറപ്പായതോടെ പതുക്കെ വീണ്ടും ആതിര പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് അവന്തിക റൂമിൽ കയറിയില്ല എന്ന് ഉറപ്പാക്കിയതിനു ശേഷം അകത്തേക്ക് വന്ന് സന്ദീപിന്റെ റൂമിന്റെ അരികിലെത്തി വീണ്ടും വാതിലിലേക്ക് ഒന്ന് മുട്ടി. ഈ ശബ്ദം കേട്ട് സന്ദീപ് അവന്തിക അനഘയായിരിക്കും വീണ്ടും വന്നത്. ഏട്ടത്തി പറഞ്ഞതുപോലെ ഇനി എന്നെ കാണാഞ്ഞിട്ട് അവള് വരുന്നതായിരിക്കും. എന്തായാലും തുറക്കുന്നില്ല, ശല്യം എന്നാലോചിച്ച് സന്ദീപ് വാതിൽ തുറക്കാൻ മടി കാണിച്ചിരുന്നു. ആദ്യ കുറച്ചു നേരം വെയിറ്റ് ചെയ്തതിനു ശേഷവും സന്ദീപ് വാതിൽ തുറക്കുന്നില്ല എന്ന് കണ്ടതോടെ ആകെ വിഷമത്തോടെ ആതിര അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അപ്പോഴേക്കും ആതിര അവിടെ നിന്ന് ഓടിപ്പോയി കഴിയുമ്പോഴേക്കും സന്ദീപ് കുറച്ചു നേരം കഴിയുമ്പോൾ പോയി കാണുമോ നാശം എന്നാലോചിച്ച് പതുക്കെ ഡോറ് തുറന്നു. ഇനി ഈ റൂമിൽ തന്നെ ഇരിക്കണ്ട, ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവൾ ഇനിയും വന്ന് ശല്യം ഉണ്ടാക്കും. ഈ സമയത്ത് ആതിരയാണെങ്കിൽ എന്നെ കാണാതെ ടെൻഷൻ അടിക്കുന്നുണ്ടാകും എന്ന് ഓർത്തുകൊണ്ട് സന്ദീപും പതുക്കെ ഡോറ് തുറന്ന് റൂമിൽ നിന്ന് വെളിയിലിറങ്ങി അവിടെ നിന്ന് പോകുന്നു.